ഹായ്, നമസ്കാരം. ഇന്ന് പണിമുടക്കല്ലേ? അപ്പോൾ നമ്മൾ പണിമുടക്കുന്നത് നമ്മൾ രാവിലെ സൈക്കിളും കൂടെ ഇറങ്ങിയതാണ്. അപ്പോൾ റോഡ് വിജനമാണ്. ഇതാണ് മല്ലൻ്റെ അമ്പലം എന്ന് പറയും. ചേലക്കരയ്ക്ക് പോകുന്ന റോഡാണ്, വിജനമാണ്. അധികം രണ്ട് ബൈക്കുകളും ചില കാറുകളൊക്കെ പോയി. ശാന്തമാണ്. ഇതൊരു ഫോറസ്റ്റ്, വലിയകാട് എന്ന് പറയും സ്ഥലത്തിന്. വലിയകാട് എന്ന് പറയുന്ന നാമകരണത്തല്ല അറിയപ്പെടുന്നത്. ഇത് പുറകിലോട്ട് ഫോറസ്റ്റാണ്. അല്പം എത്തിക്കഴിഞ്ഞതാണ് കാളിയാറോട് പള്ളി. അപ്പോൾ ഇതാണ് കാളിയാറോട് പള്ളി. ഈ വരുന്ന 14-ാം തീയതി ഇവിടെ നേർച്ച നടക്കുകയാണ്. കാളിയാറോട് നേർച്ച. ഇതാണ് കാളിയാറോട്. അപ്പോൾ നമുക്ക് ഈ പള്ളിയുടെ പരിസരത്തിലൂടെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഇവിടെ കവാടങ്ങൾ. അപ്പോൾ ഇവിടെ പള്ളിയുടെ നേർച്ചയുടെ ഭാഗമായിട്ട് ഊഞ്ഞാലുകളും മരണക്കിണറൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പുതുക്കിയിട്ട് കൊടുക്കണോ? അപ്പോൾ കാളിയാറോട് പരിസരങ്ങളൊക്കെ ഇങ്ങനെ ടെൻറ്റുകളും കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഇതാണ് പള്ളി. അലങ്കാരങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 14-ാം തീയതിയാണ് നേർച്ച. 14-ാം തീയതിയാണ്. തങ്ങൾ കബറടങ്ങിയിരിക്കുന്ന സ്ഥലം. ഇതിപ്പോൾ റോഡിലേക്ക് പോകണേ. ഇത് ഇവിടെ തേനൊക്കെ കിട്ടും. ചേലക്കരയായിട്ടുള്ള യാത്രയാണ് കേട്ടോ. വരുന്ന വഴിക്ക് കളപ്പാറ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് കണ്ട കാഴ്ചയാണ്. കണ്ടങ്ങളൊക്കെ കൊയ്തു, കറ്റയൊക്കെ ഇങ്ങനെ കെട്ടി വെച്ചിരുന്ന കൊക്കുകളൊക്കെ ഉണ്ട്. അതിൻ്റെ തീറ്റകളൊക്കെ തേടി നടക്കുന്നു അല്ലേ. നെല്ലൊക്കെ ചാക്കിലാക്കി വെച്ചിരിക്കുകയാണ്. കച്ചിയെല്ലാം റോളാക്കി വെച്ചിട്ടുണ്ട്. കുറേ അതിമനോഹരമായ കാഴ്ച കണ്ടില്ലേ. വലിയൊരു വനമാണ്, ഫോറസ്റ്റ്. നിങ്ങളെ കാണിച്ചു തരാം, അടുപ്പിച്ച് കാണിച്ചു തരാം. ആണ് കളപ്പാറയിൽ നിന്ന് കാണുന്ന കണ്ടില്ലേ. വേനലിൻ്റെ ആധിക്യം കൊണ്ട് മരങ്ങളൊന്നും ഒക്കെ വാടിക്കഴിഞ്ഞ് നിൽക്കുന്ന അവസ്ഥയാണ് കാണുന്നത്. ഇവിടുന്ന് കാണുന്നൊരു ഫോറസ്റ്റാണ് അല്ലേ. ഇത് കളപ്പാറയിലൊരു ചെറിയൊരു ദേവാലയമാണ്. കത്തോലിക്ക ചർച്ചാണ്. പൂളമരം കണ്ടു, നിറയെ പൂക്കളുണ്ട്. റോഡിലൊക്കെ ഇഷ്ടംപോലെ പൂക്കൾ. പണ്ടൊക്കെ പൂളയുടെ പൂക്കൾ പറിച്ച് കളിച്ചിരുന്ന കാലങ്ങളൊക്കെ ഓർമ്മ വരുവാണ്. ഈ സ്ഥലത്തിന് പൂളച്ചോട് എന്നാണ് പേര്. വരുന്ന വഴിക്കൊരു കാഴ്ച കണ്ടു. ചെമ്മരിയാടിൻ കൂട്ടങ്ങൾ. കുറേ നാളുകളായി ഇങ്ങനെ കൂട്ടം ചെമ്മരിയാടുകളെ കണ്ടിട്ട്. കോലാടുകളും ഉണ്ട് കേട്ടോ. അപ്പോൾ അവർക്ക് മേയാനുള്ള സ്ഥലമാണ് ഇവിടെ. കാര്യം കണ്ടത്തിലെ കൃഷിയെല്ലാം എടുത്തു പോയി.
എല്ലാവരും നല്ല വെയിൽ കൊണ്ട് വൈറ്റമിൻ ഡി അടിച്ച് കിടക്കുകയാണ്. കണ്ടല്ലേ, ഇവരെ കുറച്ചൊക്കെ കഴിഞ്ഞാൽ ഇവരെ തീറ്റയ്ക്കായി കൊണ്ടുപോകും. അപ്പോൾ അണ്ണാ വണക്കം. മലയാളം അറിയാലോ എന്നായില്ലേ? തമിഴ് എല്ലാം അറിയാലോ. മലയാളം தெரியாதா? அப்படியா? எந்த ஊர்ந்து வருது? പളനി അല്ലേ? അപ്പോൾ കേരളത്തിൽ അടിക്കടിക്ക് വരുന്നത് നമുക്ക്. അപ്പോൾ 2-3 അണ്ണന്മാരുണ്ട് ഇവിടെ കേട്ടോ. 3 പേരുണ്ട്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് சாப்பிட்றதுக்கு தயார் பண்ணுறது. இது கடையில் வாங்க இங்கே தயார் பண்ணுமா? தயார் பண்ண என்ன இன்னைக்கு பண்ணியிருக்குது? பருப்பு ரசம் അല്ലേ? അപ്പോൾ ഞാൻ சாப்பிட்டு போயிடலாமா? கூட சேர்ந்து சாப்பிடலாம். അപ്പോൾ അണ്ണാ, പെരിയ അണ്ണാ വണക്കം. പറ്റാ നല്ല അവരും കിടന്ന് ഉറങ്ങുകയാണ്, ശല്യമൊന്നുമില്ല. അമ്മയും മോളും. ഒരാളവിടെ കിടക്കുന്നതുണ്ടോ? ഇവിടെ കുറെ കുട്ടിക്കുറുമ്പന്മാരുണ്ട്. അവരെ അങ്ങോട്ട് വിടാതിരിക്കാനാണെന്നോ അറിയില്ല. ഇവിടെ കുഞ്ഞാടുകളുണ്ട് കുറച്ച്. ഇവിടെ ഒരാൾ കിടന്ന് ഉറങ്ങുന്നുണ്ട്. ഇതാണ് വരുന്ന വഴിക്ക് കണ്ടൊരു കാഴ്ചയാണ്. എന്തായാലും ഇന്ന് പണിമുടക്കം ആയതുകൊണ്ട് റോഡിൽ പൈപ്പ് ലീക്കാന്ന് തോന്നുന്നു. ചേട്ടാ എന്ത് പറ്റി ചേട്ടാ? പൈപ്പ് ലീക്കല്ലേ? അപ്പോൾ ഇന്നിപ്പോൾ റോഡ് പണി ബന്ധമായതുകൊണ്ട് നമുക്ക് സുഖമായിട്ട് പണിയാന്നല്ലേ? നമ്മൾ നമ്മുടെ ലക്ഷ്യസ്ഥാനത്തെത്തി. പുറകിൽ കുറച്ച് പണിയുണ്ട്. ഇച്ചിരി പാലെടുക്കണം, റബ്ബറിൻ്റെ കേട്ടോ. ബൈ. ഇനി പുതിയ വീഡിയോ വരുന്നവരെ ബൈ ബൈ.